ദേവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 259 വാല്യം 6. പത്രോസ് രക്ഷ തന്നെയായ സ്നേഹത്തെക്കുറിച്ച് ഡോറാസിന്റെ കൃഷിക്കാരോട് പ്രസംഗിക്കുന്നു. എന്റെ പ്രിയ സ്നേഹിതരെ, ഈ തീയുടെ സമീപം നിങ്ങൾ എന്തു ചെയ്യുകയാണ്? എസ്ദ്രലോണിലെ ഒരു നാൽക്കാവലിയിൽ നേരം മങ്ങിയ നേരത്ത് തീ കൂട്ടി ചുറ്റും കൂടിയിരിക്കുന്ന ശിഷ്യരോട് ഈശോ ചോദിക്കുന്നു. ഈശോയെ അവരാരും കണ്ടില്ല. അതിനാൽ ഒരു ഞെട്ടലോടെയാണ് ചോദ്യം ശ്രവിക്കുന്നത്. അടുത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈശോയെ അഭിവാദ്യം ചെയ്യാൻ എല്ലാം മറന്ന്, തീയുടെ കാര്യവും മറന്ന് അവർ ഓടുകയാണ്. അവരുടെ ആവേശം കണ്ടാൽ യുഗങ്ങളായി അവനെ കാണാതിരുന്നത് പോലെയുണ്ട്. പിന്നീട് അവർ ഓരോ വിശേഷങ്ങൾ വിസ്തരിച്ചു. ജസ്രീലിലുള്ള 2 സഹോദരന്മാർ തമ്മിലുണ്ടായിരുന്ന വഴക്ക് ഞങ്ങൾ തീർത്തു. അതിന് സമ്മാനമായി 2 പേർക്കും ഓരോ ആട്ടിൻകുട്ടികളെ അവർ തന്നു. അവയെ പാകപ്പെടുത്തി ഡോറാസിന്റെ കൃഷിക്കാർക്ക് കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. യോഹന്നാന്റെ ഭൃത്യൻ മിക്ക അവയെ കൊന്ന് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവ പൊരിക്കാൻ പോകുകയാണ്. അവിടുത്തെ അമ്മ മേരിയുടെയും സൂസന്നായുടെയും കൂടെ അവരെ ഇങ്ങോട്ട് വിളിക്കാൻ പോയിരിക്കുന്നു. സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോൾ വരാനാണ് പറയുന്നത്. ആ സമയത്ത് നടത്തുകാരൻ മദ്യപിക്കാൻ വീട്ടിൽ പോകും. സ്ത്രീകൾ പോകുമ്പോൾ ആളുകൾ അത്ര ശ്രദ്ധിക്കുകയില്ലല്ലോ. അവരുടെ വയലിന് സമീപേ കൂടി പോകുന്ന വഴിക്കാരെന്ന ഭാവത്തിൽ അവരെ കാണാൻ ഞങ്ങൾ ശ്രമിച്ചു. പക്ഷേ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇന്ന് സന്ധ്യയ്ക്ക് എല്ലാവരും കൂടെ ഇവിടെ ആകാമെന്ന് നിശ്ചയിച്ചു. അവരുടെ ആത്മാക്കൾക്ക് ഉപകാരമായിട്ടുള്ളത് കുറച്ചുകൂടി പറയാം. പിന്നെ അവരുടെ ശരീരത്തിനും അല്പം ആശ്വാസം നൽകാം. അങ്ങനെയാണല്ലോ നീ മുമ്പെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അങ്ങ് ഇവിടെ വന്നതിനാൽ എല്ലാം കൂടുതൽ സന്തോഷപ്രദമായിരിക്കും. ആരാണ് പ്രസംഗിക്കാൻ പോകുന്നത്? അത് ഓരോരുത്തരും കുറെ പറയാമെന്ന് വച്ചു. മുറപ്രകാരമുള്ള പ്രസംഗമായിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ കഴിവില്ല. കാരണം ജോണും തീഷ്ണനും നിന്റെ സഹോദരനും പ്രസംഗിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. സൈമണിന്റെ മകൻ യൂദാസിനും ബർത്തലോമ്യായ്ക്കും പ്രസംഗിക്കാൻ വലിയ താല്പര്യമില്ല. അതേ ചൊല്ലി ഞങ്ങൾ വഴക്ക് പിടിക്കുക തന്നെ ചെയ്തു. പത്രോസ് മറുപടി നൽകി. അവർക്ക് 5 പേർക്കും പ്രസംഗിക്കാൻ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ടാണ്? ജോണും സൈമണും പറയുന്നത് അവർ തന്നെ എപ്പോഴും പ്രസംഗിക്കുന്നത് ശരിയല്ലെന്നാണ്. നിന്റെ സഹോദരൻ പറയുന്നത് ഞാൻ പ്രസംഗിക്കണം എന്നാണ്. അങ്ങനെ തുടങ്ങുക, എങ്കിലും ചെയ്യാതിരുന്നാൽ. ബർത്തലോമ്യ പറയുന്നത് അവൻ വളരെ താത്വികമായി പോകും, ആളുകൾക്കൊന്നും മനസ്സിലാകുകയില്ലെന്നും. ഇതെല്ലാം വെറും ഒഴികഴിവ് പറച്ചിലാണെന്ന് നീ കാണുന്നില്ലേ? അപ്പോൾ സൈമണിന്റെ മകൻ യൂദാസെ, നീ എന്തുകൊണ്ടാണ് പ്രസംഗിക്കാത്തത്? മറ്റുള്ളവർ പറഞ്ഞ കാരണം എല്ലാം കൊണ്ടു തന്നെ. കാരണം അവയെല്ലാം ന്യായമായ കാരണങ്ങളാണ്. അനേകം കാരണങ്ങൾ, ഒന്നും പ്രത്യേകിച്ചില്ല. ഇപ്പോൾ ഞാൻ തീരുമാനിക്കും, അതിൽ ഒരു അപ്പീലുമില്ല. യോനായുടെ മകൻ സൈമൺ തദേവൂസ് ബുദ്ധിപൂർവ്വം പറഞ്ഞതുപോലെ നീ പ്രസംഗിക്കും. സൈമണിന്റെ പുത്രൻ യൂദാസെ, നീയും ഇന്ന് പ്രസംഗിക്കും. അങ്ങനെ ദൈവത്തിനും നിനക്കും മാത്രം അറിയാവുന്ന ആ കാരണം ഇല്ലായ്മയാകും. അനേകം കാരണങ്ങളിൽ ഒന്ന്. ഗുരുവേ, എന്നെ വിശ്വസിക്കൂ, വേറൊന്നും ഇല്ല. യൂദാസ് ഒന്ന് തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ പത്രോസിന്റെ വാക്കുകൾ അവൻ തടസ്സമായി പോയി. ഓ എന്റെ കർത്താവേ, നിന്റെ സാന്നിധ്യത്തിൽ ഞാൻ എങ്ങനെ പ്രസംഗിക്കാനാണ്? എനിക്കത് ഒരിക്കലും സാധ്യമല്ല. നീ എന്നെക്കുറിച്ച് ചിരിക്കുമെന്ന് എനിക്ക് ഭയമാണ്. നീ തനിയെ ആകാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കൂടെ ആയിരിക്കാൻ ഇഷ്ടമില്ല. നിനക്ക് എന്താ വേണ്ടത്? നീ പറഞ്ഞത് ശരി. എങ്കിലും ഞാൻ എന്താ പറയേണ്ടത്? അതാ നിന്റെ സഹോദരൻ ഇറച്ചിയും കൊണ്ടുവരുന്നു. അത് വേവിക്കാൻ അവനെ നീ സഹായിക്കുക. ആ ജോലി ചെയ്യുമ്പോൾ പ്രസംഗിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം. ഒരു വിഷയം കണ്ടുപിടിക്കാൻ എല്ലാം സഹായകമാണ്. പൊരിക്കാൻ കമ്പിയിൽ കുത്തിവച്ചിരിക്കുന്ന ആടും വിഷയം തരുമോ? അവിശ്വസനീയമാണെന്ന ഭാവത്തിൽ പത്രോസ് ചോദിക്കുന്നു. തരും, അതിനാൽ അനുസരിക്കുക. പത്രോസ് നെടുനിശ്വാസം ഉതിർത്തു. മറുപടിയൊന്നും പറയുന്നില്ല. ദയനീയമായ സ്ഥിതി. ആൻഡ്രുവിന്റെ അടുക്കിലേക്ക് ചെന്ന് ആടുകളെ കമ്പിയിൽ കോർക്കുന്നതിന് സഹായിക്കുന്നു. വളരെ ഗൗരവത്തിൽ അവയെ വേവിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. വിധിവാചകം ഉച്ചരിക്കാൻ പോകുന്ന ഒരു ജഡ്ജിയുടെ ഗൗരവം.
സൈമണിന്റെ മകൻ യൂദാസെ, നമുക്ക് പോയി സ്ത്രീകളെ ഒന്ന് കാണാം, ഈശോ പറയുന്നു. അവർ ഡോസിന്റെ വരണ്ട വയലുകളിൽ കൂടി പോവുകയാണ്. അല്പം കഴിഞ്ഞ് വാക്കുകളൊന്നും പാഴാക്കാതെ ഈശോ പറയുന്നു, യൂദാസെ, ഒരു ഉത്തമ ശിഷ്യൻ അവന്റെ ഗുരു നിന്ദിക്കാത്തതിനെ നിന്ദിക്കുകയില്ല. ഗുരുവെ, ഞാൻ നിന്ദിക്കുന്നില്ല. എന്നാൽ ബർത്തലോമ്യ പറഞ്ഞതുപോലെ ഞാൻ പറയുന്നത് അവർ ശരിക്കും മനസ്സിലാക്കുകയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പ്രസംഗിക്കേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നത്. നഥാനിയേലിന്റെ പേടി എൻ്റെ ആഗ്രഹം നിറവേറ്റാൻ അവന് കഴിയുകയില്ലെന്നുള്ളതാണ്. ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് ആശ്വാസം നൽകാൻ പറ്റുകയില്ലെന്നുള്ള ചിന്ത. അവനും തെറ്റാണ് ചെയ്യുന്നത്. കാരണം അവന് കർത്താവിൽ വേണ്ടത്ര പ്രത്യാശയില്ല. എന്നാൽ നിന്റെ കുറ്റം അതിലും കൂടുതലാണ്. നീ കാരണം തെറ്റിദ്ധരിക്കപ്പെടുമെന്നല്ല. ദരിദ്രരായ കൃഷിവലന്മാർ, പുണ്യങ്ങളെക്കുറിച്ച് മാത്രം അറിയാവുന്നവർ, മറ്റെല്ലാ കാര്യങ്ങളിലും അജ്ഞാതന്മാർ നിന്നെ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുള്ള പുച്ഛമാണ്. പുണ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ആ സാധു മനുഷ്യർ നിങ്ങളെയും മറ്റു പലരെയുംകാൾ മുൻപന്തിയിലാണ്. യൂദാസെ, നീ ഇതേവരെ ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. സുവിശേഷം ദരിദ്രർക്കും രോഗികളും പീഡിതരും അടിമകളായിട്ടുമുള്ളവർക്ക് കൊടുക്കപ്പെടുന്ന സദ്വാർത്തയാണ്. പിന്നീട് മറ്റുള്ളവർക്കും ഇത് നൽകപ്പെടും. എന്നാൽ എല്ലാ തരത്തിലുമുള്ള ദൗർഭാഗ്യങ്ങൾ അനുഭവിക്കുന്നവരുടെ സഹായത്തിനും ആശ്വാസത്തിനും വേണ്ടിയാണ് അത് നൽകപ്പെടുക. യൂദാസ് തല താഴ്ന്നതേയുള്ളൂ, മറുപടിയൊന്നും പറയുന്നില്ല. പരിശുദ്ധ കന്യകയും ക്ലോപ്പാസിന്റെ മേരിയും സൂസനയും കൂടെ ഒരു കുറ്റിക്കാട്ടിൽ കൂടെ നടന്ന് അപ്രത്യക്ഷരാകുന്നു. അമ്മേ, വന്ദനം. സ്ത്രീകളെ, നിങ്ങൾക്ക് സമാധാനം. മകനെ, ഞാൻ ദുരിതത്തിലായിരിക്കുന്ന ആ പാവപ്പെട്ടവരുടെ പക്കലേക്ക് പോയി. എന്നാൽ വലിയ വിഷമം വരുത്താത്ത വിവരമാണ് ലഭിച്ചത്. ഡോറാസ് ആ നിലമെല്ലാം വിറ്റു. യോഹന്നാൻ അത് വാങ്ങി. അത് പറുദീസായൊന്നുമല്ല, അതേസമയം ഇപ്പോൾ നരകവുമല്ല. നടത്തിപ്പുകാരൻ പണിക്കാരോട് വിവരം പറഞ്ഞു. അയാൾ സ്ഥലം വിട്ടു പോയി കഴിഞ്ഞു. ധാന്യങ്ങൾ മുഴുവനും ഒറ്റ മണി പോലും ബാക്കി വയ്ക്കാതെ വണ്ടികളിൽ കൊണ്ടുപോയി. അത് നിമിത്തം പണിക്കാർക്ക് ഭക്ഷണത്തിന് യാതൊന്നുമില്ല. യോഹന്നാന്റെ നടത്തിപ്പുകാരന്റെ പക്കൽ അവന്റെ ആളുകൾക്ക് കൊടുക്കുവാനുള്ള വക മാത്രമേയുള്ളൂ. ആ ആടുകൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയാണ്. ആ മനുഷ്യർ ഇനി ഡോറാസിൻ്റേത് അല്ലാത്തതായി തീർന്ന ദൈവപരിപാലന. നമ്മൾ അവരുടെ വീടുകൾ കണ്ടു, വെറും പന്നിക്കൂടുകൾ. അതിൽ ഇടർച്ച തോന്നി, സൂസന്ന പറയുന്നു. ആ സാധു മനുഷ്യർക്ക് വളരെ സന്തോഷമാണ്, ക്ലോപ്പാസിന്റെ മേരി പറഞ്ഞവസാനിപ്പിച്ചു. എനിക്കും സന്തോഷമുണ്ട്. അവർ മുമ്പിലത്തേക്കാൾ മെച്ചമാകും. അപ്പസ്തോലന്മാരുടെ അടുക്കലേക്ക് പോകുന്ന ഈശോ പറയുന്നു. എർമസ്തേവൂസിനോട് കൂടെ പാത്രങ്ങളിൽ വെള്ളം കോരിക്കൊണ്ടുവരുന്ന എൻഡോറിലെ ജോൺ ഈശോയുടെ അടുത്തെത്തി ബഹുമാനപൂർവ്വം അഭിവാദ്യം ചെയ്ത ശേഷം പറയുന്നു, ഈ പാത്രങ്ങൾ യോഹന്നാന്റെ ജോലിക്കാർ ഞങ്ങൾക്ക് തന്നതാണ്. എല്ലാവരും കൂടെ ആടിനെ പൊരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ആടിനെ കോർത്തിരിക്കുന്ന കമ്പി പത്രോസ് തിരിച്ചും മറിച്ചും പിടിക്കുകയാണ്. അതേസമയം ചിന്തയിൽ മുഴുകിയാണ് മനസ്സ്. യൂദാസ് തദേവോസ് ഒരു കൈ അയാളുടെ സഹോദരന്റെ അരക്കെട്ടിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് സംഭാഷണത്തിൽ മുഴുകി മുന്നോട്ടും പിറകോട്ടും നടക്കുന്നു. മറ്റപ്പസ്തോലന്മാരിൽ ചിലർ വിറകു കൊണ്ടുവരുന്നു. ചിലർ വലിയ കല്ലുകൾ എടുത്തുകൊണ്ടുവന്ന് മേശ ഒരുക്കുന്നു. ചില കല്ലുകൾ ഇരിപ്പിടത്തിനും ചിലത് മേശയ്ക്കും വേണ്ടിയായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ഡോറാസിന്റെ കൃഷിക്കാർ എത്തി. വളരെ മെലിഞ്ഞിരിക്കുന്നു. പൂർവാധികം കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ. എങ്കിലും സന്തോഷവാന്മാരാണ്. അവർ 20 പേരുണ്ട്. ഒറ്റ സ്ത്രീയോ കുട്ടിയോ പോലും ഇല്ല. പാവം മനുഷ്യർ ഒറ്റയ്ക്ക്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം. ഒരു നല്ല യജമാനനെ തന്നതിന് ദൈവത്തെ വാഴ്ത്തുക. നിങ്ങളെ കഷ്ടപ്പെടുത്തിയ മനുഷ്യന് മാനസാന്തരം ഉണ്ടാകുന്നതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത് ശരിയല്ലേ? വൃത്തനായ അപ്പ, നിനക്ക് സന്തോഷമായില്ലേ? എനിക്കും സന്തോഷമുണ്ട്. ബാലനോടുകൂടെ കൂടുതൽ പ്രാവശ്യം ഇവിടെ വരാൻ എനിക്ക് സാധിക്കും. അവർ നിന്നോട് പറഞ്ഞു, നീ സന്തോഷം കൊണ്ട് കരയുകയാണ്. ഇങ്ങു വരൂ, ഭയപ്പെടേണ്ട. ഈശോയുടെ കരങ്ങൾ ചുംബിക്കുന്നതിന് കുനിയുന്ന മാർജാമിന്റെ വല്യപ്പൻ താഴ്ന്ന സ്വരത്തിൽ പറയുന്നു.
അത്യുന്നതനോട് വേറൊന്നും ഞാൻ യാചിക്കുന്നില്ല. ഞാൻ ചോദിച്ചതിൽ കൂടുതൽ അവിടുന്ന് എനിക്ക് തന്നു. ഇനി മരിച്ചാൽ മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. വീണ്ടും ഞാൻ ജീവിച്ചാൽ കൂടുതൽ സഹിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഗുരുവിന്റെ സാന്നിധ്യമായിരിക്കുന്നതിൽ അമ്പരപ്പുണ്ടായിരുന്ന കൃഷിക്കാർ അധികം താമസിയാതെ സ്വസ്ഥരായി. വലിയ കല്ല് കൂട്ടിയുണ്ടാക്കിയ മേശയിൽ ഇലകൾ നിരത്തി പൊരിച്ച ആട്ടിറച്ചി വച്ചു. കഷ്ണങ്ങളാക്കി പരന്ന റൊട്ടിയുടെ മീതെ വച്ച് എല്ലാവർക്കും കൊടുത്തു. വളരെ വിശന്നിരുന്ന അവർ വളരെ തൃപ്തിയോടെ ഭക്ഷിക്കുകയും അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അവരിൽ ഒരാൾ പറയുന്നു, ഞാൻ എപ്പോഴും വെട്ടുക്കിളികളെയും ചെതലിനെയും എറുമ്പിനെയും മറ്റും ശപിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവറ്റകളെയെല്ലാം കർത്താവിന്റെ ദൂതന്മാരായി ഞാൻ കാണുന്നു. കാരണം അവ നിമിത്തമല്ലേ ആ നരകത്തിൽ നിന്ന് നമുക്കിടയായത്. വെട്ടുക്കിളികളെയും എറുമ്പിനെയും മറ്റും ദേവദൂതന്മാരോട് താരതമ്യം ചെയ്തത് വിചിത്രം തന്നെയെങ്കിലും ആരും ചിരിച്ചില്ല. കാരണം ആ വാക്കുകളിൽ അന്തർലീനമായ ദുഃഖസത്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. അവരുടെ സമ്മേളനം വളരെ പ്രശോഭിതമാണ്. എന്നാൽ അവരുടെ മുഖം തീജ്വാലയിലേക്ക് തിരിക്കുന്നില്ല. മുമ്പിലുള്ള ഭക്ഷണത്തിന്മേലും വലിയ ശ്രദ്ധയില്ല. എല്ലാ കണ്ണുകളും ഈശോയുടെ മുഖത്തേക്കാണ് തിരിച്ചിരിക്കുന്നത്. അല്പസമയം അവരുടെ ശ്രദ്ധ അൽഫേയുസിന്റെ മേരിയിലേക്ക് തിരിഞ്ഞു. അവൾ ആടിനെ കഷ്ണങ്ങളാക്കി വീതിക്കുകയാണ്. 2 കാലുകൾ വലിയ ഇലയിൽ പൊതിഞ്ഞ് മാർജാമിന്റെ വല്യപ്പന് കൊടുത്തുകൊണ്ട് പറയുന്നു, ഇത് കൊണ്ടുപോയിക്കോ, നാളെ ഒന്ന് കടിക്കാനുണ്ട്. യോഹന്നാന്റെ നടത്തുകാരൻ എന്തെങ്കിലും തരും. എന്നാൽ നിങ്ങളുടെ കാര്യം എങ്ങനെ? ഞങ്ങളുടെ ചുമടിന്റെ ഭാരം അത്രയും കുറയുകയല്ലേ? ഇതോടെ മേരിയുടെ വിളമ്പ് തീർന്നു. ആടുകളിൽ അല്പം പോലും അവശേഷിച്ചിട്ടില്ല. എല്ലുകളും തീയിൽ വീണ് എരിയുന്ന നെയ്ത്തുള്ളികളുടെ ഗന്ധവും മാത്രം. തീ സാവകാശം കെട്ടു. ആ പ്രകാശത്തിന്റെ സ്ഥാനത്ത് നിലാവ് ഉദിച്ചിട്ടുണ്ട്. യോഹന്നാന്റെ ആളുകളും ഇപ്പോൾ വന്നു ചേർന്നു. പ്രസംഗത്തിനുള്ള സമയമായി. ഈശോ തന്റെ നീല കണ്ണുകൾ ഉയർത്തി നോക്കുന്നു. താൻ ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ ഒരു വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന യൂദാസിനെ കണ്ട് ഈശോ ഉച്ചത്തിൽ വിളിക്കുന്നു, യൂദാസേ. അപ്പോൾ യൂദാസ് എഴുന്നേറ്റ് മുന്നോട്ട് വരുന്നതിന് നിർബന്ധിതനാകുന്നു. നീ ഒറ്റപ്പെട്ടിരിക്കരുത്, ഞാൻ വളരെ വിനീതനാണ്. എൻ്റെ സ്ഥാനത്ത് നീ ഇന്ന് സുവിശേഷം അറിയിക്കുക. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ സംസാരിക്കുമായിരുന്നല്ലോ. ഗുരു, എന്തു പറയണമെന്ന് എനിക്കറിഞ്ഞുകൂടാ. കുറച്ച് ചോദ്യമെങ്കിലും എന്നോട് ചോദിക്കുക. അത് ചോദിക്കേണ്ടത് ഞാനല്ല. മനുഷ്യരെ, നിങ്ങൾ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? അഥവാ എന്താണ് നിങ്ങളോട് വിശദീകരിക്കേണ്ടത്? ഈശോ കൃഷിക്കാരോട് ചോദിക്കുന്നു. അവർ പരസ്പരം നോക്കുകയാണ്. എന്ത് പറയണമെന്ന് അവർക്കറിഞ്ഞുകൂടാ. അവസാനം ഒരു കൃഷിക്കാരൻ ചോദിക്കുന്നു, കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ചും ഔദാര്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് കുറച്ചറിവുണ്ട്. എന്നാൽ കർത്താവിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് അല്പം മാത്രമേ അറിയാവൂ. ഇപ്പോൾ യോഹന്നാൻ്റെ കൂടെ ആയതുകൊണ്ട് കുറെ കൂടെ പഠിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്നാൽ രക്ഷകൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന രാജ്യം കരസ്ഥമാക്കണമെന്നറിയാൻ വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒന്നും ചെയ്യാത്തതുകൊണ്ട് രാജ്യം ഞങ്ങൾക്ക് ലഭിക്കുമോ? യൂദാസ് മറുപടി, നിങ്ങൾ തീർച്ചയായും വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ്. നിങ്ങളിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും ഉള്ളതെല്ലാം രാജ്യത്തിൽ നിന്ന് നിങ്ങളെ രഹസ്യമായി അകറ്റുന്നു. നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഗുരുവിൻ്റെ പക്കൽ വരുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ലായ്മ. ഒരു യജമാനന്റെ കീഴിലായിരിക്കുന്നത് ഡോറാസിനെ പോലെ അത്ര ക്രൂരനായ ചെന്നായ അല്ലെങ്കിലും ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം പണിക്കാരെ തടഞ്ഞു വയ്ക്കുന്ന ഒരു മൊളോഷ്യൻ വേട്ടപ്പട്ടിയാണ്. നിങ്ങളുടെ സഹനവും മനസ്സിടിവും സാമ്രാജ്യത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് തടസ്സമാകുന്നു. കാരണം എതിർപ്പും വിദ്വേഷവും വിമർശനവും പ്രതികാരവും വച്ചു പുലർത്താതിരിക്കുക നിങ്ങളുടെ ഈ സ്ഥിതിയിൽ ബുദ്ധിമുട്ട് ഉളവാക്കും. രാജ്യം നേടുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് ദൈവസ്നേഹവും അയൽക്കാരോടുള്ള സ്നേഹവുമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ രക്ഷ അസാധ്യമായിരിക്കും. നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുസൃതമാക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി ദൈവഹിതം എന്തെന്ന് വെളിപ്പെടുത്തുന്നു. നിങ്ങളുടെ യജമാനനെതിരെ ഒരു വിധി ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം എടുക്കാതെ
ക്ഷമാപൂർവം എല്ലാം വഹിക്കുക, അഥവാ നന്ദി പ്രകാശിപ്പിക്കുക. നിങ്ങൾ ചുരുക്കത്തിൽ നിങ്ങളുടെ സ്ഥിതിയെക്കുറിച്ച് ചിന്താകുലരാകാതെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ സ്നേഹത്തെ കൊന്നുകളയുന്ന പ്രതിഷേധത്തിൻ്റെ വികാരങ്ങൾ വളരും. സ്നേഹിക്കാത്തവൻ രക്ഷ പ്രാപിക്കുകയില്ല, കാരണം അവൻ ഒന്നാം കൽപ്പന ലംഘിക്കുന്നു. എന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് എനിക്ക് മിക്കവാറും ഉറപ്പാണ്, കാരണം നിങ്ങളുടെ കാരുണ്യം നിറഞ്ഞ ആത്മാക്കൾക്ക് സന്മനസ്സുണ്ട്. തന്നിമിത്തം നിങ്ങൾ വിദ്വേഷത്തിൽ നിന്നും പ്രതികാരേച്ഛയിൽ നിന്നും അകന്നു നിൽക്കുമെന്ന് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇനി എങ്ങനെയായിരുന്നാലും ദൈവം വളരെയധികം കാരുണ്യവാനായതുകൊണ്ട് നിങ്ങൾക്കുള്ള കുറവ് അവിടുന്ന് പരിഹരിച്ചുകൊള്ളും. എല്ലാവർക്കും മൗനം. ഈശോയുടെ മുഖം കാണുവാൻ കഴിയാത്ത വിധത്തിൽ അത്രയധികമായി തല കുനിച്ചിരിക്കുവാണ്. മറ്റുള്ളവരുടെ മുഖങ്ങൾ കാണാം, അവ അത്ര സന്തോഷപ്രദമല്ല. കൃഷിവലന്മാർ കൂടുതൽ മനസ്സിടിഞ്ഞവരായി കാണപ്പെടുന്നു. അപ്പോസ്തലന്മാരുടെയും സ്ത്രീകളുടെയും മുഖത്ത് ഭയവും വിസ്മയവും പ്രകടമായി കാണാം. ക്ഷമിക്കുന്നതിനും പൊറുക്കുന്നതിനും എതിരായിട്ടുള്ള എല്ലാ ചിന്തകളും അകറ്റാൻ ഞങ്ങൾ ശ്രമിക്കാം. വൃദ്ധൻ വിനയത്തോടെ പറയുന്നു. മറ്റൊരാൾ നെടുനിശ്വാസത്തോടെ പറയുന്നു. സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്താൻ തീർച്ചയായും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞങ്ങൾ ഞങ്ങളെ പീഡിപ്പിച്ചവരുടെ കൊലയാളികളാകയില്ല എന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഇനി വിരോധമൊന്നുമില്ലെങ്കിൽ തന്നെയും പീഡിപ്പിച്ചവരെ സ്നേഹിക്കുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ക്ഷീണിച്ച് എല്ലും തോലുമായി പോയ ഒരു കുട്ടിയെ നന്നാക്കിയെടുക്കുന്നത് പോലെ വിഷമമുള്ള കാര്യം. അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ കൊലയാളികളും പ്രതികാരദാഹികളുമാകാതെ എല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ ശക്തമായി സ്നേഹിക്കുന്നു. അത് മനസ്സിലാക്കാതെ തന്നെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അവരെ ആശ്വസിപ്പിക്കാനായി പത്രോസ് പറയുന്നു. സ്വയം വിസ്മരിച്ച് സംസാരിച്ചു പോയത് ഓർമ്മ വന്നിട്ട് പത്രോസ് ഈശോയോട് പറയുന്നു, ഓ ഗുരുവേ, പക്ഷേ നീ പറഞ്ഞിരുന്നല്ലോ ഞാൻ സംസാരിക്കണമെന്ന്. പൊരിച്ചുകൊണ്ടിരുന്ന ആടിൽ നിന്ന് പോലും സംസാരത്തിന് വിഷയം കണ്ടുപിടിക്കണമെന്ന്. ഇവിടെയുള്ള സഹോദരന്മാർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് പറയുന്നതിന് കുറെ നല്ല വാക്കുകൾ കണ്ടെത്തുവാൻ പരിശ്രമിക്കുകയായിരുന്നു. ഞാൻ മഠയനായതുകൊണ്ട് പറ്റിയതൊന്നും കണ്ടെത്തിയില്ല. എന്നാലും ഞാൻ ചിന്തകളിൽ അലയുകയായിരുന്നു. അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അവ വിചിത്രമാണെങ്കിൽ തീർച്ചയായും എൻ്റേത് തന്നെ. നേരെ മറിച്ച് അവ പരിശുദ്ധമാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൽ നിന്ന് വന്നതാണ്. എൻ്റെ മനസ്സിലേക്ക് അവ കടന്നു വന്നതുപോലെ തന്നെ ഞാൻ അവ പറയാം. ഗുരുവേ, അങ്ങ് അത് വിശദീകരിക്കുകയോ അവയെ തിരുത്തുകയോ ചെയ്യണമേ. എൻ്റെ സ്നേഹിതരായി നിങ്ങൾ എന്നെ ക്ഷമാപൂർവ്വം ശ്രവിക്കണമേ. ആദ്യം ഞാൻ തീയെ ശ്രദ്ധിക്കുകയാണ് ചെയ്തത്. ഞാൻ ചോദിച്ചു, ഇതാ തീയ്, ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? തടിയാണ് കത്തുന്നത്. എന്നാൽ തടി സ്വയം കത്തുന്നില്ലല്ലോ. തടി ഉണങ്ങിയതല്ലെങ്കിൽ കത്തുകയേ ഇല്ല, കാരണം ജലം അതിനെ ഭാരമുള്ളതാക്കുന്നു. തീ പിടിക്കുകയുമില്ല. തടി ഉറഞ്ഞതാണെങ്കിൽ പുഴുക്കൾ അതിനെ പൊടിയാക്കും, അത് കത്തുകയുമില്ല. എന്നാൽ തടിക്കഷ്ണങ്ങൾ ശരിക്ക് അടുക്കി വച്ച് അവയ്ക്കടുത്ത് തീക്കൊള്ളി ഉരച്ച് തീയുണ്ടാക്കുകയും ചെയ്താൽ തീ പിടിക്കും. ആകെ കത്തി വലിയ വിറക് കഷ്ണങ്ങൾ പോലും ഭംഗിയായി കത്തും. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, നമ്മൾ തടി പോലെയാണ്, നമ്മൾ തന്നെത്താൻ കത്തുകയില്ല. ജഡവും രക്തവുമാകുന്ന ജലാംശം കൊണ്ട് നിറഞ്ഞ് കത്തുന്നതിനെ തടസ്സം ചെയ്യാൻ പാടില്ല. കത്തിത്തീരാൻ നമ്മൾ ആഗ്രഹിക്കണം, കാരണം അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ പ്രവർത്തനരഹിതരായിത്തീരും. അപ്പോൾ കാലാവസ്ഥയിലെ പ്രതികൂലവും പുഴുക്കളുമാകുന്ന ലോകവും പിശാചും നമ്മെ നശിപ്പിക്കും. നേരെ മറിച്ച് നമ്മെ തന്നെ സ്നേഹമാകുന്ന അഗ്നിക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ചെറുചില്ലകളെ ആദ്യം കത്തി നശിപ്പിക്കും. ചെറുചില്ലകൾ നമ്മുടെ അപൂർണതകളാണെന്ന് ഞാൻ കരുതുന്നു. പിന്നീട് ജ്വാല വലുതായി വലിയ കഷ്ണങ്ങളെ എരിയിക്കും. വലിയ കഷ്ണങ്ങൾ നമ്മുടെ ശക്തമായ വികാരങ്ങളാണ്. ക്രമേണ തടി പോലെ തന്നെ പദാർത്ഥപരമായ കട്ടിയുള്ള മന്ദതയുള്ള വിരൂപമായതുപോലെയുമായ നമ്മൾ സൗന്ദര്യമുള്ളതും അലൗകികമായതും ചലനാത്മകവും പ്രഭയേറിയതുമായ ജ്വാലയായിത്തീരും.
ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ സ്നേഹത്തിന് വിട്ടുകൊടുക്കുന്നതു നിമിത്തമാണ്. സ്നേഹമാണ് തീക്കൊള്ളിയും തീക്കല്ലും. അത് കേവലം പാപികളായ നമ്മെ ഭാവി ദേവദൂതന്മാരും സ്വർഗരാജ്യത്തിലെ പൗരന്മാരുമാക്കി തീർക്കുന്നു. ഇതാണ് ചിന്ത. ഈശോ തല അല്പം ഉയർത്തി കണ്ണുകൾ അടച്ച് ശ്രദ്ധിക്കുന്നു. ഒരു പുഞ്ചിരിയുടെ നിഴൽ അധരങ്ങളിൽ വീണിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം വളരെ ശ്രദ്ധയോടെ നോക്കിയിരിക്കുന്നു. വിസ്മയം ഇപ്പോഴും ഉണ്ട്, എങ്കിലും പേടിയെല്ലാം മാറി. പത്രോസ് കുറെ കൂടെ സമാധാനത്തിൽ തുടരുന്നു. പൊരിച്ചുകൊണ്ടിരുന്ന ആടിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വേറൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. എൻ്റെ ചിന്തകൾ വെറും ബാലിശമാണെന്ന് പറയരുതേ. ഗുരു എന്നോട് പറഞ്ഞത് ഞാൻ ചെയ്ത പ്രവൃത്തികളെ തന്നെ ശ്രദ്ധിക്കുവാനാണ്. ഞാൻ അതനുസരിച്ച് ശ്രദ്ധിച്ചു. ആടിനെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ അതാ ഒരു ചിന്ത. അവ ശാന്തതയുള്ള നിഷ്കളങ്കരായ 2 ആട്ടിൻകുട്ടികൾ. നമ്മുടെ തിരുലിഖിതങ്ങൾ നിറയെ ആട്ടിൻകുട്ടികളെക്കുറിച്ചുള്ള പ്രശാന്തമായ സൂചനകളുണ്ട്. വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, രക്ഷകനെ ഓർക്കുന്നതിനും മോശയുടെ പെസഹ കുഞ്ഞാട് മോശയുടെ പ്രതീകമാണെന്നും ഓർമ്മിപ്പിക്കുന്നതിന് ദൈവത്തിന് തൻ്റെ ജനത്തിന്മേൽ കരുണയുണ്ടാകുമെന്ന് അനുസ്മരിപ്പിക്കുന്നതിനുമാണ് ആ സൂചനകൾ. പ്രവാചകന്മാർ അങ്ങനെയാണ് പറയുന്നത്. തൻ്റെ ആട്ടിൻപറ്റങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ അവൻ വരുന്നു. മുറിവേറ്റവയും കാലൊടിഞ്ഞവയുമായ ആടുകളെ തോളിലെടുത്തു കൊണ്ടുപോകുവാനായി അവൻ വരും. എത്ര വലിയ നന്മ! ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ പറയുമായിരുന്നു. ഇത്രയധികം കാരുണ്യം നികൃഷ്ടരായ നമ്മൾക്ക് വാഗ്ദാനം ചെയ്യുന്ന ദൈവത്തോട് നമ്മൾ ഭയം കാണിക്കേണ്ട. എന്നാൽ ഞാൻ എന്നോട് വീണ്ടും പറഞ്ഞു, നമ്മൾ ശാന്തരാകണം. നിഷ്കളങ്കത നമ്മൾക്കിപ്പോഴില്ല. കുറഞ്ഞ പക്ഷം ശാന്തതയുള്ളവരെങ്കിലും ആയിത്തീരണം. നമ്മൾ ശാന്തതയുള്ളവരായിരിക്കുകയും സ്നേഹജ്വാലയിൽ ദഹിപ്പിക്കപ്പെടുന്നതിന് ആഗ്രഹിക്കുന്നവരാകുകയും വേണം. കാരണം നിഷ്കളങ്കരായ ആ നല്ല ആൺകുട്ടികൾ കൊല്ലപ്പെട്ട ശേഷം തീയിൽ വച്ച് വേവിക്കുന്നില്ലെങ്കിൽ അതെന്തായിത്തീരും? ചീഞ്ഞു നാറുന്ന ചമ്പ്. എന്നാൽ അഗ്നി അതിനെ രുചിയുള്ള ഭക്ഷണമാക്കി പകർത്തുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ നിഗമനം ചെയ്തു. ചുരുക്കത്തിൽ എല്ലാ നല്ല കാര്യങ്ങളും സ്നേഹം വഴിയാണ് നിവർത്തിക്കപ്പെടുന്നത്. മാനുഷികതയുടെ ഭാരം ലഘൂകരിക്കുന്നത് സ്നേഹമാണ്. അത് നമ്മെ പ്രശോഭിതരും ഉപകാരമുള്ളവരുമാക്കുന്നു. നമ്മുടെ സഹോദരങ്ങളോട് നന്മയായി പെരുമാറുവാനും ദൈവത്തോട് നന്ദിയുള്ളവരാകുവാനും അത് നമ്മെ പ്രാപ്തരാക്കുന്നു. നമ്മുടെ സ്വാഭാവികമായ സൽഗുണങ്ങളെ അത് സ്വാഭാവികാതീതമായ നന്മകളാക്കി ഉയർത്തുന്നു. നന്മകളുള്ളവൻ പരിശുദ്ധനാണ്. പരിശുദ്ധനായവൻ സ്വർഗം കരസ്ഥമാക്കും. അതുകൊണ്ട് ശാസ്ത്രജ്ഞാനമോ ഭയമോ അല്ല പരിപൂർണതയിലേക്കുള്ള വഴി നമുക്ക് തുറന്നു തരുന്നത്. പിന്നെയോ സ്നേഹമാണ്. അത് തിന്മയിൽ നിന്ന് നമ്മെ അകറ്റുന്നു. ശിക്ഷിക്കപ്പെടുമെന്ന ഭയത്തേക്കാൾ കൂടുതൽ അത് ഉപകാരപ്രദമാണ്. സ്നേഹം നിമിത്തം ദൈവത്തെ ദുഃഖിപ്പിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല. നമ്മുടെ സഹോദരങ്ങൾ ദൈവത്തിൽ നിന്ന് വരുന്നെന്ന് കാണാനും അവരോട് ദയ കാണിക്കാനും അത് നമ്മെ പ്രേരിപ്പിക്കുന്നു. അതിനാൽ സ്നേഹമാണ് മനുഷ്യന്റെ രക്ഷയും വിശുദ്ധീകരണവും. ഇതെല്ലാമാണ് ഇറച്ചി പൊരിച്ച സമയത്ത് അവയെ ശ്രദ്ധിച്ചിരുന്ന എനിക്ക് കിട്ടിയ ചിന്തകൾ. എൻ്റെ ഈശോയെ ഞാൻ അനുസരിച്ചപ്പോൾ ലഭിച്ച ആശയങ്ങൾ. അത്രയും മാത്രമേയുള്ളോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ ഈ ചിന്തകൾ എനിക്ക് ഉപകാരപ്പെട്ടു. നിങ്ങൾക്കും ഉപകാരമുണ്ടാകുമെന്ന് ചിന്തിച്ച് അവ നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. സന്തോഷത്താൽ പ്രഭ വിതർന്ന കണ്ണുകൾ ഈശോ തുറക്കുന്നു. ഒരു കൈ നീട്ടി പത്രോസിന്റെ തോളിൽ വെച്ചുകൊണ്ട് പറയുന്നു, നിനക്ക് ആവശ്യമായിരുന്ന വാക്കുകൾ തീർച്ചയായും കണ്ടുപിടിച്ചുവെന്ന് ഞാൻ ഗൗരവമായി പറയുന്നു. അനുസരണവും എളിമയും നിമിത്തമാണ് നീ അവ കണ്ടുപിടിച്ചത്. നിന്റെ എളിമയും നിന്റെ സഹോദരങ്ങൾക്ക് ആശ്വാസം നൽകാനുള്ള ആഗ്രഹവും അവരുടെ മ്ലാനമായ അന്തരീക്ഷത്തിൽ അവർ എത്ര പേരുണ്ടോ അത്രയും നക്ഷത്രങ്ങളായി രൂപാന്തരപ്പെടും. യോനായുടെ പുത്രനായ സൈമണെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഗുരുവേ, ദൈവം അങ്ങയെയും അനുഗ്രഹിക്കട്ടെ. നീ ഇന്ന് പ്രസംഗിക്കുന്നില്ലേ?
അവരുടെ പുതിയ സ്ഥലത്തെ ജോലി നാളെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ എൻ്റെ വാക്കുകളാൽ ഞാൻ അനുഗ്രഹിക്കും. സമാധാനത്തിൽ പോകുക. ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.